ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമുക്കൊരു ദേശഭക്തി ഗാനം പാടിയിട്ട് തന്നെ തുടങ്ങാം. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ, ജന്മഗൃഹമല്ലോ. അപ്പൊ ഒരു ദേശഭക്തി ഗാനത്തിന്റെ 4 വരിയും കൂടെ പാടാം. ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം, നമ്മളാം ജനകോടിതൻ അമ്മയാകിയ ഭാരതം. ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം, നമ്മളാം ജനകോടിതൻ അമ്മയാകിയ ഭാരതം. അപ്പോൾ നമുക്ക് നമ്മുടെ രാവിലത്തെ റൂട്ടീനിലേക്കൊക്കെ പോവാം. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചായയൊക്കെ വെക്കാം. അത് കുടിച്ചതിനൊക്കെ ശേഷം നമുക്ക് അടുത്ത പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം. പിന്നെ നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ സ്വാതന്ത്ര്യദിനമായിട്ട് എല്ലാവരും പതാകയൊക്കെ, കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ച് പിന്നെ പതാകയൊക്കെ എത്തിയിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിലും നമ്മളൊരു പതാകയൊക്കെ കാണുന്നതും അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയെ കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ഓർമ്മ ഉണ്ടാവാൻ എപ്പോഴും നല്ലത് തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇന്ന് ഈ രീതിക്കൊക്കെ ജീവിച്ചു പോണത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടും ആദര സൂചകമായിട്ടും സ്നേഹ സൂചകമായിട്ടും ഒക്കെ നമുക്ക് അതിനെ കാണാം. എല്ലാവരുടെയും മനസ്സിലെന്താണ്, സ്കൂള് കാലൊക്കെ നമുക്ക് ശരിക്കും ഓർമ്മ വരിക അല്ലേ? അവിടെ പതാക ഉയർത്തുന്നതും അതിൽ നിന്ന് പൂക്കള് താഴേക്ക് വീഴുന്നതൊക്കെ നമ്മൾ അത്ഭുതത്തോടു കൂടി നമ്മുടെ കുട്ടിക്കാലത്ത് നോക്കി നിന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഇന്നും നമ്മൾ മറന്നു പോവാത്ത ഓർമ്മകൾ തന്നെയാണ്. പിന്നെ നമ്മൾ മുതിർന്നപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഓഫീസുകളിലൊക്കെ പതാക ഉയർത്തലും അത്ര സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ദേശഭക്തി ഗാനം ചൊല്ലലുണ്ടാവാം. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെ ഓർമ്മയിൽ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും നന്മയുടെയും ഒക്കെ സന്ദേശങ്ങളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. നമ്മുടെ ദേശസ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ഉള്ളത്. ദേശീയ പതാകയുടെ 3 നിറങ്ങളൊന്നും നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും മറന്നു പോകാത്ത സംഭവങ്ങളാണ് അല്ലേ? ഓരോ നിറത്തിനെ കുറിച്ച് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഇപ്പോഴും ഓർമ്മ വരും. നടുവിലുള്ള അശോകസ്തംഭവും അതിന്റെ ആരക്കാലുകളും ഇതൊക്കെ നമ്മളെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചത് നമ്മളിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ടാവും. സ്കൂൾ വണ്ടി വരുന്നത് കണ്ടപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ പതാക ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം. മിഠായിയൊക്കെ അല്ലേ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നത്. കൂടുതൽ പാചകം അടിച്ച് നിൽക്കണില്ല. ഇപ്പം ഞാൻ എൻ്റെ പാചക പരിപാടികളൊക്കെ തുടങ്ങട്ടെ. പുട്ടാണ്, പൊടി നനച്ച് വെക്കട്ടെ. പിന്നെ കടല കുക്കറിലാക്കിയിട്ട് വേവാൻ വെക്കട്ടെ. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് സാവകാശം നമ്മുടെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ കടലയാണ് കുക്കറിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സവാളയും 2 പച്ചമുളകും ഒരു കിഴങ്ങും കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മറ്റു മസാലകളൊക്കെ കടല വെന്തതിന് ശേഷം ആണ് ചേർക്കുന്നത്. നമ്മൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒരു വറവ് ചേർക്കും. അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും മീറ്റ് മസാലയും ആഡ് ചെയ്യും. കുറച്ച് കുരുമുളക് പൊടി. ഇതൊക്കെയാണ് ഞാൻ കടലയിൽ ചേർക്കുന്ന സംഭവങ്ങൾ. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കും. മല്ലിയില ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അത് ചീത്തയായിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. കടല അവിടെ ഇരുന്ന് വേവട്ടെ. പുട്ടിന് പൊടി നനച്ച് വെക്കട്ടെ. തേങ്ങ ചുരണ്ടട്ടെ. പണികളുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇത് കുറച്ച് സംഭവങ്ങൾ കടലയൊക്കെ കഴുകി കുക്കറിലാക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ട്. കാരണം അത് കുറച്ച് സമയം ഇരിക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് പുട്ടായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായി പൊങ്ങി വരും ചെയ്യും. ഭയങ്കര സോഫ്റ്റ് പുട്ടാണ്. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കത് കഴിക്കാൻ, വെറുതെ ആണെങ്കിലും കഴിക്കാൻ കഴിയും. അപ്പോൾ അത്രയും സോഫ്റ്റ് പുട്ടാണ്. അത് നനച്ചൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് അത് ഏറ്റവും
സോഫ്റ്റായിട്ട് വരുന്നത്. കടലയിൽ തേങ്ങ അരയ്ക്കുന്നില്ല, നന്നായി തിക്ക് മസാല ചേർത്തിട്ട് നല്ല തിക്കായിട്ട് വെക്കുന്നത്. ഈ കടലക്കറിയും പുട്ടുമൊക്കെ റെഡിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. എന്തെല്ലാം പ്രത്യേകതയുള്ള ദിവസങ്ങളാണല്ലോ ഉള്ളത്. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, പിന്നെ വാലന്റൈൻസ് ഡേ, നാച്ചുറൽ ഡേ, ജൂൺ 5 പരിസ്ഥിതി ദിനം അത് ആഘോഷിക്കാറുണ്ടല്ലോ. അങ്ങനെ എത്ര ഡേയ്സാണ്. ഇനി ഒരുപാട് ഉണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയിൽ ഇപ്പം ഇത്രയും വന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് മാത്രം. പിന്നെ വനിതാ ദിനം, ഇതൊക്കെ നമ്മൾ എല്ലാവരും ഓർത്തിരിക്കുന്നതും ഓരോ കാര്യത്തിനും ഓരോ ഡേയ്സ് ഉള്ളതും നല്ലത് തന്നെ. അങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും എല്ലാം പ്രത്യേകത നിറഞ്ഞ സംഭവങ്ങളാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മുടെ കടല വിസിൽ വന്നിട്ടുണ്ട്, 6 വിസിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. പുട്ടല്ലേ, എളുപ്പമാവും. ഒരു 4-5 കുറ്റി മതി. എൻ്റെ പുട്ടിൻ്റെ കുഴൽ വളരെ തിന്നായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഒരു 5 കുറ്റി ഉണ്ടാക്കണത്. പുട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുട്ട് പൊടിയിലിരിക്കട്ടെ. ഇനി ഇതിനുള്ള ഒരു വറവിനുള്ള സവോള അരിഞ്ഞു വെക്കണം, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളിയും ചേർക്കൂട്ടെ, ഞാനതും പറയാൻ വിട്ടുപോയില്ലേ. അപ്പം നമ്മൾ സവാള വഴറ്റുന്നതിൻ്റെ കൂടെ 2-3 വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റി ഇട്ട് ഇതിൽ കടലയിൽ ചേർക്കൂട്ടോ. പിന്നെ കറിവേപ്പില നന്നായിട്ടിടണം, മല്ലിയില ഇടണം. അപ്പം നല്ല ടേസ്റ്റുള്ള സൂപ്പർ നല്ല ടേസ്റ്റുള്ള കടലക്കറി തന്നെ നമുക്ക് കിട്ടും. കിഴങ്ങൊക്കെ ഇട്ടതുകൊണ്ട് നമ്മൾ തേങ്ങ അരച്ചില്ലെങ്കിലും അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാവും. അതിനനുസരിച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. മസാലേൻ്റെ കുത്തൊന്നും വന്നു പോകരുത്. അപ്പം നമുക്ക് സവോള അരിഞ്ഞു വയ്ക്കാം. പുട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത കുറ്റിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കടലക്കറിയുടെ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ വറവൊക്കെ ചേർത്തിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല വേണം. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല വേണം. കുറച്ച് വേറെ പറയുന്നതിൻ്റെ കേട്ടോ മീറ്റ് മസാല, മറ്റേത് ഈസ്റ്റേണിൻ്റെയാണ് ചിക്കൻ മസാല. അപ്പോൾ നമ്മൾ ഈ 2 മസാലകൾ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുരുമുളകാണ്, അതൊക്കെ പൊടിച്ച് ഞാൻ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ, അപ്പോൾ നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി. ഞാനൊരു തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. സൂപ്പർ മസാല കറക്റ്റാണ്. ഉപ്പ് മാത്രം ഇത്തിരി കുറവുണ്ട്, പിന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഇനി എല്ലാവർക്കും ചായ കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ വീണ്ടും വരാം. ഞാനും ചായ കഴിച്ചിട്ടാണ് വരുള്ളൂ കേട്ടോ. വിശക്കുന്നുണ്ട്. പാചകത്തിന് മുന്നേ നമുക്ക് കുറച്ച് വീട്ടുജോലികളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയിട്ട്, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അടുക്കളയിൽ കയറിയിട്ടുള്ളത്. രാവിലെയൊക്കെ ചിലപ്പോൾ ചില ക്ലീനിങ് പറഞ്ഞാൽ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് ക്ലീനിങ്ങുകളുണ്ട്. ബാത്റൂം കഴുകുക, അങ്ങനത്തെ ഒക്കെ കുറച്ച് ജോലികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് പിന്നെ കുളിക്കുന്നത്. അതും കഴിഞ്ഞ് വന്നിട്ടാണ് കിച്ചണിൽ കയറുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ എണീക്കണം. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ട് പാചകം കൂടി സമയത്തിന് ഫുഡ് കൊടുക്കണ്ടേ. രാവിലെ
ഓരോരുത്തർക്കും പോകാൻ തിരക്കൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അവർക്കൊക്കെ തിരക്കുണ്ട് വെച്ചിട്ട് ഇത് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ആ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുക, എല്ലാം ചെയ്യുക. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം കേട്ടോ. ഞാൻ സമയത്തിനനുസരിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അല്പം വൈകിട്ടൊക്കെ എണീക്കും. ഇല്ല വെച്ചെങ്കിൽ നേരത്തെ തന്നെ നീക്കും. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് തലേദിവസം തന്നെ നമുക്ക് അറിയല്ലോ. നാളെ ഈ ജോലിയൊക്കെ ചെയ്യണം, ആ ജോലിയൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മളൊരു പ്ലാനിങ് നടത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ദിവസങ്ങളിലാണ് ഇങ്ങനെയൊക്കെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഇന്ന് പുട്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അതും തീർത്തു. കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അത് അലക്കി അവിടെ വിരിച്ചിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനതവിടെ അലക്ക് കല്ലുമ്മ തന്നെ പിഴിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് എടുത്ത് വിരിച്ചിട്ടാൽ മതി. എനിക്ക് വെയിലൊക്കെ ഒന്ന് വരട്ടെ, അപ്പോൾ നമുക്ക് വിരിച്ചിടാമല്ലോ. ഇല്ലെങ്കിൽ വെള്ളമൊക്കെ കുറച്ച് അങ്ങനെ ഇരുന്നിട്ട് വെള്ളമൊക്കെ തോർന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ മുകളിൽ കൊണ്ടുപോയി തോരിടാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ. ഓരോ വീട്ടിലും ഓരോരോ പോലെയാണല്ലേ കാര്യങ്ങൾ. നമ്മൾ ഒരാളെ പോലെയല്ല അല്ലെങ്കിൽ ഒരു വീട്ടിലത്തെ പോലെയല്ല മറ്റേ വീട്ടിൽ. അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതിയൊക്കെ എല്ലാം വ്യത്യസ്തമായിരിക്കും. എല്ലാവരും അവനവൻ്റെ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോഴാണ് സക്സസ് ആവുള്ളൂ കേട്ടോ. കാരണം ഞാൻ ചെയ്യും പോലെ മറ്റാരെങ്കിലും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അവരതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ മറ്റുള്ളവർ ചെയ്യണമെന്ന് അവർ വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കനുസരിച്ച് ഞാനിവിടെ ഇങ്ങനെ ഓരോ കാര്യം ഓരോ പോലെയല്ലേ. ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കിതുപോലെ ആയിരിക്കില്ല, വേറെ രൂപത്തിലായിരിക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വേറെ രൂപത്തിലായിരിക്കും. എല്ലായിടത്തും വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മുടെ സാഹചര്യം പോലെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് പുട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതാണ്. കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് കറിക്ക് എന്തൊക്കെയാണ് നോക്കല്ലേ. പയറുണ്ട്, പച്ചമുളകുണ്ട്, കത്തിരിക്ക സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് കഴുകി തുടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.